ഹലോ, ഇപ്പൊ ഞങ്ങൾ പള്ളിയിൽ വന്നിരുന്നു കേട്ടോ. തലയിലാകെ വെളിച്ചെണ്ണയാ അവിടെ പ്രാർത്ഥിക്കും ബാക്കി. അപ്പം ഇവിടെ പെരുന്നാള് ഒരു ദിവസം നല്ല ആഘോഷം തന്നെയാ. അപ്പം പെരുന്നാളിന്റെ അന്ന് ഞങ്ങളുടെ അവിടെ പെരുന്നാളായിരുന്നു. അത് കാരണം വരാൻ പറ്റിയില്ല. ഭയങ്കര തലവേദന. ഭയങ്കര വെള്ളം താഴണ്ട. അത് പതിവുള്ളതാണല്ലോ പുറത്തേക്ക് ഇറങ്ങുമ്പോ. ഞങ്ങളിപ്പോ ഉള്ളത് തെക്കൻകാഞ്ഞൂർ പള്ളിയിലാട്ടോ. ഇവിടെ ഇപ്പൊ എല്ലാ വർഷവും വരാറുള്ളതാ. ഇതിപ്പോ 8ാം പടാവാറായിട്ടുണ്ട്. പെരുന്നാള് കഴിഞ്ഞു. അപ്പൊ ഇനി 8ാം പടം കൂടി. അപ്പൊ അതിന്റെ ഇടയിൽ ഒന്ന് വന്ന് എല്ലാ വർഷവും വരുന്ന കാരണം അമ്പെടുത്ത് വെച്ച് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാ എങ്ങനെയൊക്കെയാന്നുള്ളത് ഞാൻ ഇനി കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഓക്കെ, നമ്മൾ തെക്കൻകാഞ്ഞൂര് പള്ളിയിൽ എത്തിയിട്ടോ. അപ്പോൾ കുഞ്ഞിലേ ഞാൻ ഒരുപാട് വർഷം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പാപ്പനൊക്കെ ഉള്ള കാലത്ത് ആളിവിടെ എല്ലാ വർഷവും വരുന്ന ആളായിരുന്നു. അപ്പം അതുപോലെ ഞങ്ങളെയും കുഞ്ഞിലെ കൊണ്ടുവന്നിട്ടുണ്ട്. വലുതായപ്പോൾ ഇങ്ങനെ വരാൻ പറ്റാറില്ല. കാരണം ഇവിടെ 20ാം തീയതിയാണ് പെരുന്നാൾ വരിക. അപ്പം ഞങ്ങൾക്ക് ചില വർഷങ്ങളിൽ 19, 20 ഞങ്ങൾക്കും അവിടെ പെരുന്നാളായിരിക്കും, ഞങ്ങളുടെ വീടിൻ്റെ അവിടെ. അപ്പം പിന്നെ എന്തായാലും വരാൻ പറ്റാറില്ല. പക്ഷെ ഇവിടെ ആ ഒരു ഡേറ്റിൽ മാത്രമല്ല, 8ാം പടം വരെയും ഒക്കെ പെരുന്നാളിൻ്റെതായൊരു എന്താ ആ തിരക്കും ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ എല്ലാ വഴിപാടുകളും ഒക്കെ ആ സമയത്ത് ചെയ്യാലോ. അപ്പൊ അത് കാരണം ഞങ്ങളുടെ അവിടുത്തെ പെരുന്നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾ 8ാം പടത്തിനുള്ളിൽ ഒരു ദിവസം വന്ന് പോവാറ് പതിവുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ ഈ പ്രാവശ്യവും വന്നു. പക്ഷെ 8ാം പടത്തിന് മുന്നേ വന്നെങ്കിലും അത് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന. 20ാം തീയതി ആയിരുന്നു പെരുന്നാളായിരുന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പള്ളിയിൽ വന്നു. ഈ കുരിശുണ്ടല്ലോ, ഈ കുരിശിന് വലം വെക്കണം അമ്പെടുത്തിട്ട്. അങ്ങനെയാണ് ഇവിടെ ചെയ്യാം. അപ്പോൾ ഈ കുരിശ് എന്ന് പറയുന്നത് ഒരു ഒറ്റക്കല്ലിൽ പണിത കുരിശാന്നാ പറയണത്. ഒരുപാട് വർഷം, 1000 വർഷത്തോളൊക്കെ പഴക്കണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത ഈ കുരിശിന് വലം വെക്കും പരുന്ത് വന്നിട്ട് ഈ പ്രദക്ഷിണമൊക്കെ ഇറങ്ങണ സമയത്ത്. അപ്പോൾ ആ സമയത്ത് അത് പരുന്ത് വന്ന് വലം വെച്ചതിന് ശേഷമേ പ്രദക്ഷിണം പോവുള്ളൂ. അത് ഏത് ഭാഗത്തേക്കാണോ പരുന്ത് പോകുന്നത് ആ ഭാഗത്തേക്കാണ് പ്രദക്ഷിണം പോവാന്നാണ് ഞാൻ കേട്ടേക്കണേ. ഞാൻ കുഞ്ഞിലായതുകൊണ്ട് എനിക്കറിയില്ല അത്രയും കറക്റ്റായിട്ട്. പക്ഷെ കുഞ്ഞിലേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. പക്ഷെ പരുന്ത് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അത് കൺഫേം ആണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അമ്പെടുത്തുകൊണ്ട് വന്ന് ഞങ്ങളവിടെ വെച്ചു, നന്നായി പ്രാർത്ഥിച്ചു. ഈ സമയം എന്ന് പറഞ്ഞാൽ എപ്പോഴും പൂരങ്ങളും പെരുന്നാളുകളും ഒക്കെ ഭയങ്കരമായിട്ട് നടക്കുന്ന ഒരു സമയമാണല്ലോ. അതുപോലെ തന്നെ തിരക്കുകളും ഉണ്ട് കേട്ടോ. അവിടെ ഭയങ്കര തിരക്കാണ്, എപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയാണ്. അപ്പോൾ 8 ദിവസമായി പെരുന്നാളെന്ന് പറഞ്ഞാലും പെരുന്നാളിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ അവിടെ എപ്പോഴും. കച്ചവടക്കാരും ഒക്കെ. ഇത് ആനവിളക്കെന്നാ പറയാം. അപ്പം ഈ വിളക്കിൽ എണ്ണ കൊണ്ടുവന്ന് ഒഴിച്ച് അങ്ങനെ നെറ്റിയിൽ എണ്ണ എടുക്കും. പിന്നെ രോഗശാന്തിക്കൊക്കെ ആയിട്ട് അത് കൊണ്ടുപോകുന്ന പറഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ അടിമസമർപ്പണം എന്ന് പറഞ്ഞിട്ടൊരു നേർച്ചയുണ്ട്. അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാനും മോളും അവിടെ പ്രാർത്ഥിച്ചു. അപ്പം അച്ഛൻ തലയിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് നന്നാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ. അങ്ങനെയൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉണ്ടായൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ അപ്പാപ്പനും ഈ ചേച്ചിയും നമ്മുടെ അടുത്ത് അങ്ങോട്ട് പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഴുതിരി മേടിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു അവിടെ പോയിട്ട് വരുമ്പോൾ മേടിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഇവിടെ ഓരോരുത്തരെയും ഓരോന്ന് മേടിക്കണം എന്നുള്ള സിസ്റ്റം ഉണ്ടെന്ന് എനിക്കറിയില്ല. അത് എവിടെയും ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷെ ഇവിടെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് മേടിച്ചതിന് നടക്കുന്ന ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചിക്ക് ഭയങ്കര ദേഷ്യമായി. എന്നിട്ട് കുറേ എന്നെ ചീത്ത പറയുന്ന പോലെ എനിക്ക് ഒറ്റ പള്ളിയിൽ നിന്നും കിട്ടാത്തൊരു അനുഭവമായിരുന്നു എനിക്ക്. നമ്മളിപ്പോൾ ഓരോരുത്തരെയും അവര് തമ്മിലുള്ള പ്രശ്നമാണ്, പക്ഷെ അത് നമ്മളോട് കാണിക്കാൻ പാടില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ എന്തിനാ ഇപ്പം ഇവരേന്ന് മെഴുതിരി മേടിച്ചതിന് ആ ചേച്ചി എന്നെ ചീത്ത പറയണ പോലെയൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു, ചേച്ചി എന്ന് വെച്ചാൽ മെഴുതിരി താ ഞാൻ മേടിക്കാം എന്ന് പറഞ്ഞു. അപ്പം ആ ചേച്ചി പറയാം എൻ്റെ മെഴുതിരി എൻ്റെ തന്നെ ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്നോട് തർക്കിക്കാൻ നിന്നു. ഞാൻ പിന്നെ ആ ചേച്ചിയുടെ നിന്ന് മേടിക്കാനൊന്നും ഒന്നുമില്ല. കാരണം നമ്മളൊരു പള്ളിയാണല്ലോ. പള്ളിയിലാകുമ്പോൾ നമ്മൾ അതിൻ്റെതായ രീതിയിൽ നിൽക്കണമല്ലോ. അത് ഈ ചില ആളുകളിലുണ്ട് കേട്ടോ. കാരണം കുറേ പാവങ്ങളായിട്ടുള്ള ആളുകൾ, അതായത് ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണം ജീവിക്കാന്ന് കരുതിയിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇങ്ങനെ ചില ആളുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഈ എല്ലാവരും ഒറ്റയടിക്ക് വെറുത്തു പോകുന്ന പോലത്തെ ഒരു സാഹചര്യമായിരുന്നു. എനിക്കത് ഭയങ്കര ഒരു വെറുപ്പുണ്ടാക്കി. ഭയങ്കര കഴിഞ്ഞു. പിന്നെ അത് പതിവുള്ളതാണല്ലോ പുറത്തേക്ക് ഇറങ്ങുമ്പോ.
കേട്ടില്ലേ, ആൾക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു പുറത്തിറങ്ങിയ വെള്ളം ദാഹം കൂടുതലാണ്. അത് ഈ സ്പ്രൈറ്റ് അതുപോലെ പെപ്സി ഒക്കെ മേടിക്കാനാ. അപ്പൊ അത് അവിടുന്ന് മേടിച്ചു കൊടുത്തു. പിന്നെ കുറേ കച്ചവടക്കാരുണ്ട്, കുറേ സാധനങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഒന്നും ഇപ്പൊ കളിക്കാവുന്ന പോലത്തെ ഒന്നും അല്ല, കുറേ വർഷം പഴക്കമുള്ളതാ. അതൊക്കെ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന വഴിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു. കണ്ണൂർ തട്ടുകടയിൽ നിന്ന് കഴിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു വന്നു. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.